പുതിയ ക്രിമിനൽ നിയമത്തിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ബില്ല് പാസാക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേർന്നുണ്ട്. നന്ദൻ, എങ്ങനെ നോക്കിക്കാണാം? സംസ്കാരത്തിന്റെ അവശേഷിപ്പുകൾ നിലനിന്നിരുന്ന IPC, അതേപോലെ തന്നെ CRPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്നിവയ്ക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ അധിനിയമം എന്നിവ ലോക്സഭയിൽ പാസ്സായിരുന്നു. ഇത് പ്രസിഡന്റിന്റെ അനുമതിയോടുകൂടി ഇപ്പോൾ വിജ്ഞാപനമാണ് കേന്ദ്ര സർക്കാർ ഇത് സംബന്ധിച്ച് പുറത്തിറക്കിയിരിക്കുന്നത്. ജൂലൈ 1 മുതൽ ഈ നിയമങ്ങൾ ഭാരതത്തിൽ പ്രാബല്യത്തിൽ വരുമെന്നാണ് വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ പേരുകളിൽ മാത്രമല്ല, നിയമങ്ങളിൽ പോലും അടിമുടി മാറ്റമാണ് ഈ പുതിയ നിയമസംഹിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശിക്ഷയേക്കാൾ നീതിയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് പുതിയ നിയമങ്ങളെന്നായിരുന്നു അന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പാർലമെന്റിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കിയത്. 511 വകുപ്പുകളായിരുന്നു IPCയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിലേക്ക് വരുമ്പോൾ അത് 356 വകുപ്പുകളായി ചുരുങ്ങി എന്നുള്ളതാണ് പ്രത്യേകത. അതേപോലെ തന്നെ 484 വകുപ്പുകൾ ഉണ്ടായിരുന്ന CRPCയിൽ ഇപ്പോൾ 531 വകുപ്പുകൾ മാത്രമാണുള്ളത്. വ്യക്തമാണ്. പുതിയ ക്രിമിനൽ നിയമത്തിൽ കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കിയിരിക്കുന്നു. ജൂലൈ 1 മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലാണ് ബില്ല് പാസാക്കിയത്. എസ് നന്ദഗോപനാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.